ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം ഇവിടെ മുതൽ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ബന്ധപ്പെട്ട എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിൽ ഏറ്റവും നമ്മുടെ സിനിമയുടെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയുടെ രണ്ട് മുഖങ്ങൾ എന്ന് പറയുന്ന ആ രണ്ട് വ്യക്തികൾ മമ്മൂട്ടിയും മോഹൻലാലും, അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ? അഭിപ്രായം എന്താണ്, അവരുടെ പിന്തുണ എത്രത്തോളമാണ്, അവരുടെ നിലപാട് എന്താണെന്ന് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. ഈ എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. വിഷയത്തിൽ എങ്ങനെയാണ് അവരുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്? എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. വിളിച്ചിരുന്നു, എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു. എന്താ ഞാൻ കേൾക്കുന്നത്? അത് എന്നോട് ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ? ഇനി മരങ്കേറ്റം തന്നെയാ നല്ലത്. പ്രതികരിക്കരുത്, കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും, എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല, എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നത്? ചില മുഖംമൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി സാൻഡയുടെ ഇഷ്ടം പോലെ, ഇനി അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തിരുന്നൊരു സിനിമയുണ്ടായിരുന്നു, ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. മമ്മൂട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നാണ് ചിന്തിച്ചത്? അദ്ദേഹത്തിന്റെ വീട്ടുപണി എടുക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്റ്റാൻഡല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞത് അതാണ്, എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. മോഹൻലാലിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ലാലേട്ടൻ എന്നോട് ഈ വിഷയത്തിൽ എന്നോട് പ്രതികരിച്ചിട്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്ന ആയിട്ടുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ടാണ് എല്ലാരും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. നീ മാത്രമേ പ്രതികരിച്ചുള്ളൂ, നിനക്ക് മാത്രമേ അതിനുള്ള ഗട്ട്സ് ഉണ്ടായിട്ടുള്ളൂ. പെണ്ണെ നീ തീയാകുന്നു, തീ. പൊള്ളിപ്പോയി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ